ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തുലൻസ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്. അത് വന്നിരിക്കുന്നത് 57 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ കൺസംഷൻ കുറച്ച് മതിയാവും നമ്മളൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വാങ്ങിക്കുമ്പോൾ. 64 രൂപയാണ് 1 മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. രണ്ട് നല്ല ഡിസൈൻസിന്റെ 4 കളേഴ്സ് വീതം അവൈലബിൾ ആണ്. കണ്ടു നോക്കാം. നമ്മൾ ഇന്ന് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ അമേരിക്കൻ ക്രേപ്പ് ആണെന്ന്. അതിനകത്ത് നല്ലൊരു ഡിസൈൻ. ഇപ്പൊ ഈ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രിന്റും പാറ്റേണും ഒക്കെ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെ നല്ലൊരു ക്രീമും ഗ്രീനും കൂടെ, അതൊരു ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം, ആ ഒരു ഗ്രീനും കൂടെ അതിന് തന്നെ ലൈറ്റ് സ്റ്റോണും അതിനകത്ത് പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ മിൽ പ്രിന്റിൽ ചെയ്തെടുക്കുന്ന റണ്ണിങ് ഫാബ്രിക് ആണ് കേട്ടോ. 57 ഇഞ്ചാണ് വിഡ്ത്ത്. അപ്പൊ നല്ല വിഡ്ത്ത് ഉള്ള ഫാബ്രിക്. അപ്പൊ നമുക്ക് അതനുസരിച്ച് മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മതിയാവും. ഓരോ 2.5 മീറ്റർ വാങ്ങിച്ചെടുത്ത് അത്രയൊന്നും വേണ്ടി വരില്ല. 64 രൂപയാണ് 1 മീറ്ററിന് പ്രൈസ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂവും ഒരു മിൽക്കി വൈറ്റ് എന്ന് പറയാം, ആ ഒരു ടോണിലേക്ക് പോകുന്നത്. വൈറ്റ് കളർ ഏത് കളറിലേക്ക് മിക്സ് ആവണമെങ്കിൽ അതനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു എന്താ പറയാ, പ്യുവർ വൈറ്റ് കളർ എന്ന് പറയാം. മിൽക്കി വൈറ്റ് അല്ല. ആദ്യം കണ്ടതാണ് ആ ഒരു ചായല് മിൽക്കിന്റെ അല്ലെങ്കിൽ ക്രീമിന്റെ ആ ഒരു ബേസിലേക്ക് പോയത്. ഇത് ഇങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഈ ഒരു പാറ്റേൺ കണ്ടോ. ഇതെല്ലാം 57 ഇഞ്ച് വിഡ്ത്ത് വരുന്നത്. 64 രൂപയാണ് 1 മീറ്ററിന് പ്രൈസ്. നമുക്ക് ഇത് പലാസോ സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഫ്രോക്ക് മോഡലിലുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ, മെറ്റർണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ടോണിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് വരുമ്പോൾ കുറച്ചൊരു മിൽക്കി വൈറ്റ് ടോണിലേക്കാണ് ബേസ് കളർ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് എല്ലാം തന്നെ. ലാസ്റ്റ് വൺ പർപ്പിൾ ഇല്ലാത്ത ഒരു കേസ് ഇല്ല എന്ന് പറയാം. എല്ലാ ഡ്രസ്സിന്റെ കളറിലും ഒരു പർപ്പിൾ ടോൺ വരാറുണ്ട്. നല്ലൊരു കളർ തന്നെ കേട്ടോ. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടോണിലേക്ക് അത് പോകുന്നത് കേട്ടോ. ബേസ് ഒരു ക്രീമോ അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ആണെങ്കിലും അതിനകത്ത് പോകുന്ന കളർ നന്നായിട്ടൊരു ഡാർക്ക് ആയിട്ടുള്ള ടോണാണ്. അപ്പൊ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റ്നെസ് തോന്നിക്കും. ഇനിയുള്ളത് മിൽക്കി വൈറ്റ് ബേസിനകത്തേക്ക് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് ആ പോകുന്നത് കേട്ടോ. കാണിച്ചു തരാം. വെയർ ചെയ്യുമ്പോൾ നമ്മളിത് ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേണിലേക്ക് അതിന്റെ ഒരു സ്റ്റൈലൊക്കെ വരും. നെക്സ്റ്റ് വൺ കാണുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂവിനകത്തേക്ക് ആ ബേസ് മിൽക്കി വൈറ്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു സ്റ്റൈലിലേക്ക് പോകുന്നു. ഇങ്ങനെയാണത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനിയുള്ളത് നമ്മൾ കാണുന്നത് ഗ്രീനും ഓഫ് വൈറ്റും കൂടെ ഉള്ളതാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല സ്റ്റൈലായിട്ടുള്ള പ്രിന്റുകളും കളേഴ്സും ഒക്കെയാണ്. അമേരിക്കൻ ക്രേപ്പിനകത്ത് എല്ലാം ഡാർക്ക് ടോണാ വരാറ് അധികം തന്നെ. ഇപ്പൊ നമ്മൾ ചെന്നപ്പോൾ കുറച്ചധികം ലൈറ്റ് ടോൺസ് വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അധികവും ലൈറ്റ് ടോൺ നമ്മൾ കാണിക്കുന്നത്. ഇനി കാണുന്നത് ഓഷ്യൻ ബ്ലൂന്നോ ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഈ ഫാബ്രിക് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. പ്രൈസ് 64 രൂപ 1 മീറ്ററിന്. 57 ഇഞ്ചാണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8891060225 കോൺടാക്ട് ചെയ്യണേ. നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.